അടയാളങ്ങൾ പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ അടയാളങ്ങൾ നമ്മൾക്ക് തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലോകാവസാനം എപ്പോഴാണ് നബിയേ, എപ്പോഴാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സായിൽ, ചോദിച്ച നിങ്ങളെക്കാൾ ഈ വിഷയത്തിൽ എനിക്ക് കൂടുതൽ അറിയൂല. ചോദിച്ച നിങ്ങളെക്കാൾ ഈ വിഷയത്തിൽ എനിക്ക് കൂടുതൽ അറിയൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അടുത്ത ചോദ്യം ചോദിക്കുന്നത്, എന്നാൽ ലോകാവസാനത്തിന്റെ അടയാളങ്ങളൊന്ന് പറഞ്ഞു തരുമോ നബിയേ? വമാ അശ്റാത്തുസ്സാ, അല്ലെങ്കിൽ വമാ അമാറാത്തുഹാ, അതിന്റെ അടയാളങ്ങൾ എന്താണ് നബിയേ എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അൻതലിദൽ അമതു റബ്ബതഹാ, മക്കളെ പേടിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവുന്നത്. മക്കളെ പേടിക്കുന്ന മാതാപിതാക്കൾ, മക്കള് മാതാപിതാക്കളെ ഭരിക്കുക. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിനൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ നഷ്ടപ്പെടുമ്പോഴാണ് ലോകം അവസാനിക്കുക. ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ പെട്രോൾ ഒഴിക്കുന്ന ഒരു സ്വിഫ്റ്റ് വണ്ടി നിങ്ങൾ വാങ്ങിച്ചാൽ, പെട്രോൾ ഒഴിക്കുന്ന സ്വിഫ്റ്റ് വണ്ടി നിങ്ങൾ വാങ്ങിച്ചിട്ട് അതിലേക്ക് ഡീസൽ ഒഴിച്ച് യാത്ര ചെയ്താൽ ആ വണ്ടി തകരാറാകുന്നത് പോലെ. മനസ്സിലായോ? സ്വിഫ്റ്റ് പെട്രോളിൽ നമ്മൾ ഒഴിക്കേണ്ടത് പെട്രോളാണ്, അതിൽ ഡീസൽ ഒഴിച്ചാൽ ആ വണ്ടി തകരാറാകും. അതേപോലെ അതിന്റെ ഫ്ലോ എന്താണ്? ആ പെട്രോൾ വണ്ടിയുടെ ഫ്ലോ എന്താണ്? പെട്രോൾ ഒഴിച്ച് ഇങ്ങനെ പോവല. അതിന്റെ നേരെ വിപരീതമാണ് ഡീസൽ ഒഴിക്കാന്ന് പറയുന്നത്, അത് തകരാറിലാവും. അതേപോലെ ലോകത്തിനൊരു ഘടനയുണ്ട്, ഒരു ഓർഡർ ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ നേരെ വിപരീതമാണ് സംഭവിക്കുന്നതെങ്കിൽ എല്ലാം നശിക്കും, എല്ലാം നശിക്കും. ഇപ്പൊ മനുഷ്യൻ, നമ്മൾ മിശ്ര ബുക്കാണ്. മാംസവും തിന്നണം, വെജിറ്റബിൾ പച്ചക്കറിയും തിന്നണം, രണ്ടും തിന്നേണ്ടവരാണ്. മാംസം മാത്രം തിന്നാൽ നമ്മൾ രോഗികളാവും, വെജിറ്റബിൾ മാത്രം തിന്നാലും നമ്മൾ രോഗികളാവും. അള്ളാഹു നമ്മൾക്ക് തന്ന പല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇവിടെയുള്ള 2 പല്ലുകൾ കൂർത്ത പല്ലുകളാണ്. ഈ പല്ലുകൾ അള്ളാഹു കൊടുത്തത് മാംസബുക്കുകളായ സിംഹങ്ങൾക്ക്, കടുവകൾക്കൊക്കെയാണ്. നായകൾ, മാംസാഹാരികൾക്കാണ് അള്ളാഹു ഈ പല്ല് കൊടുത്തത്, ഈ കൂർത്ത പല്ല്. എന്നാൽ നമ്മുടെ മുമ്പിലുള്ള പരന്ന പല്ലുണ്ട്, അത് അള്ളാഹു കൊടുത്തത് പശുക്കൾക്കും വെജിറ്റബിൾ കഴിക്കുന്ന സസ്യാഹാരികൾക്കാണ്. സസ്യാഹാരികൾക്കാണ് ഈ പല്ലുള്ളത്. എന്നാൽ വന്യമൃഗങ്ങൾക്ക് ഈ പല്ലേ ഉള്ളൂ, ഇതില്ല. പശുക്കൾക്ക് ഇതേ ഉള്ളൂ, ഇതില്ല. എന്നാൽ മനുഷ്യൻ അള്ളാഹു രണ്ടും കൊടുത്തു. എന്താണ് ഇതിന്റെ അടയാളം? നമ്മൾ രണ്ടും കഴിക്കേണ്ടവരാണ്. വെജിറ്റബിളും കഴിക്കണം, സസ്യവും കഴിക്കണം, മാംസവും കഴിക്കണം. മാംസം മാത്രം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഓർഡർ തെറ്റും, നമ്മൾ രോഗിയാകും. സസ്യം മാത്രം കഴിച്ചാലും നമ്മൾ രോഗികളാകും. അവ രണ്ടും ഒരു ഓർഡറായി, കൃത്യമായ ഒരു മെനു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരു ക്രമീകരണം ഉണ്ടായാലേ നമ്മുടെ ആരോഗ്യം നമ്മൾക്ക് നിലനിർത്താൻ കഴിയും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ, എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. ഓർഡർ തെറ്റുമ്പോൾ അത് നശിച്ചു പോകും. അതേപോലെ തന്നെയാണ് ലോകം. ലോകത്തിനൊരു സിസ്റ്റം ഉണ്ട്. എന്നാൽ ലോകത്തിന്റെ സിസ്റ്റം, എല്ലാ വർഗങ്ങളിൽ നിന്നും അള്ളാഹു ആണിനെയും സൃഷ്ടിച്ചു, പെണ്ണിനെയും സൃഷ്ടിച്ചു, അല്ലേ? എല്ലാ വസ്തുക്കളിൽ നിന്നും അള്ളാഹു സൗജൈൻ, ഇരട്ടകളെ സൃഷ്ടിച്ചു. ആണിനെയും സൃഷ്ടിച്ചു, പെണ്ണിനെയും സൃഷ്ടിച്ചു. ആണ് ആണിനെ കല്യാണം കഴിക്കണം, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന രീതിയിലാണ് ഇന്നത്തെ പുതിയ ചർച്ചകൾ. അത് ലോകത്തിന്റെ ഓർഡറിനെ തെറ്റിക്കും, ലോകത്തിന്റെ ഫ്ലോ നഷ്ടപ്പെടും. ആണ് പെണ്ണിനെ കഴിക്കണം, അതായിരുന്നു ലോകത്തിന്റെ ഓർഡർ. പെണ്ണ് ആണിനെ കല്യാണം കഴിക്കണം, ആണ് പെണ്ണിനെ കല്യാണം കഴിക്കണം. ഇപ്പൊ പുതുതായി ആണ് ആണിനെ കല്യാണം കഴിക്കാൻ തുടങ്ങി, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കാൻ തുടങ്ങി. ലോകത്തിന്റെ ഒരു ഓർഡർ തെറ്റി. അതുപോലെ ഒരു ഓർഡറാണ് മാതാപിതാക്കൾ മക്കളെ ഭയക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ, ഈ കാലം അതാണ്.
മാതാപിതാക്കൾക്ക് മക്കളോട് നോ പറയാൻ കഴിയുന്നില്ല. അവരെന്ത് തെറ്റ് ചെയ്താലും ചെയ്യരുത് എന്ന് പറയാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. ഒന്നുകിൽ മക്കൾ സൂയിസൈഡ് ചെയ്യുമോ എന്ന ഭയം, ആത്മഹത്യ ചെയ്യുമോ എന്ന ഭയം. എത്രയോ സൂയിസൈഡ് അറ്റംപ്റ്റുകളാണ് നമ്മുടെ പെൺമക്കളൊക്കെ പല വീടുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിന്? മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിന്, പ്രണയം പിടിച്ചതിന്, ചാറ്റിംഗ് പിടിച്ചതിന്, അതേപോലെ TV ഓഫ് ചെയ്യാൻ പറഞ്ഞതിന്, എന്തെങ്കിലും പറഞ്ഞ് ഉമ്മമാര് ദേഷ്യപ്പെടുമ്പോ അതിന്റെ പേരിലൊക്കെ സില്ലി കാര്യങ്ങളിൽ വരെ ആത്മഹത്യയുടെ ശ്രമം നടത്തുന്ന മക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിമായ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയുക? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ പാരത്രിക ലോകത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടവനാണ്. അന്നൽ ഖബ്റ ഹഖ്ഖുൻ, ഖബർ സത്യമാണ്, നരകം സത്യമാണ്, സിറാത്ത് സത്യമാണ്, ഹിസാബ് സത്യമാണ്. ഇതെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങള്. മരണശേഷം ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സൂയിസൈഡ് ചെയ്യാൻ കഴിയുക? മരണത്തോടുകൂടി എല്ലാം അസ്തമിച്ചു എന്ന് തോന്നിയാലല്ലേ ആത്മഹത്യ ഒരു പരിഹാരമാവുകയുള്ളൂ, അല്ലെ? 1000 കോടിയുടെ കടം, 100 കോടിയുടെ കടം, 10 ലക്ഷവും 1 കോടിയൊക്കെ കടമുണ്ട്. ഇതെനിക്ക് കൊടുത്തുവിട്ടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. ആളുകൾ കടം ചോദിച്ച് പ്രയാസപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരാൾ എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകമില്ല എന്ന വിശ്വാസിയാണെങ്കിൽ അയാൾക്ക് മരണമാണ് ആശ്വാസം. എന്തേ? കടം ചോദിച്ച ആളുകൾ വരൂല. ആഖിറത്ത് എന്നൊരു ചിന്തയില്ല. മരണത്തോടു കൂടി അയാൾ മണ്ണായി മാറി. പിന്നെ അയാൾക്ക് എന്താ കുഴപ്പം? അതല്ല ഖൈർ. ഇവിടെ 100 കോടി കടം വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിച്ച് കടം ചോദിച്ച ആളുകൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ പെട്ടെന്ന് പോയി സൂയിസൈഡ് തീർന്നു. എന്നാൽ ഒരു മുസ്ലിമിന് എങ്ങനെയാ ഇത് സാധിക്കുക? മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും അയാളോട് ചോദ്യമുണ്ട്, ഹിസാബുണ്ട്. കടത്തിന്റെ കണക്ക് തീർക്കാതെ ഒരാൾക്കും സ്വർഗത്തിലെത്താൻ കഴിയില്ല എന്ന് പഠിപ്പിച്ച മതമല്ലയോ ഇത്? കടം കൊടുത്തു വീട്ടാതെ, അത് 10 രൂപയാണെങ്കിലും ശരി, 1 രൂപയാണെങ്കിലും ശരി, കടം കൊടുത്തു വീട്ടാതെ ഒരാൾക്കും നാളെ സ്വർഗത്തിലെത്താൻ കഴിയില്ല എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒന്നുകിൽ കടം വാങ്ങിയവരോട് മാപ്പ് ചോദിക്കുക, പൊരുത്തപ്പെടിക്കുക, അല്ലെങ്കിൽ ജീവിക്കുന്ന കാലം വരെ അധ്വാനിച്ച് ഓരോ ആളുകളുടെ കടം കൊടുത്തു വിട്ടുക എന്നതല്ലേ പരിഹാരം. സൂയിസൈഡ് ചെയ്യുന്നത് ഇവിടത്തെയും നാളത്തെയും പരാജയമായിട്ടല്ലേ ഒരു മുസ്ലിം കാണുക? എന്നാൽ എടുത്തുചാടി ആത്മഹത്യ ചെയ്യാണ് നമ്മുടെ കുട്ടികളൊക്കെ. പ്രണയം പൊട്ടിയാൽ ആത്മഹത്യ, പരീക്ഷയിൽ തോറ്റുപോയാൽ ആത്മഹത്യ, കാമുകൻ ബ്ലാക്ക് മെയിൽ ചെയ്താൽ ആത്മഹത്യ, ഭർത്താവ് പീഡിപ്പിച്ചാൽ ആത്മഹത്യ. എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത്, അല്ലെ? ഭർത്താവ് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു, ആത്മഹത്യ ചെയ്തു. റാഗിംഗ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. എല്ലാറ്റിനും പരിഹാരമില്ലേ? റാഗിംഗ് ചെയ്താൽ ആത്മഹത്യ ചെയ്തിട്ടാണോ നമ്മൾ പ്രതികാരം വീട്ടേണ്ടത്? കൃത്യമായ നിയമ നടപടികള്, നിയമപാലകരെ സമീപിക്കണം, പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കണം. പ്രിയപ്പെട്ടവരെ, അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വാതിൽ മുട്ടണം. ആരാണോ റാഗ് ചെയ്തത് അവർക്കെതിരെ തീരുമാനമെടുക്കുന്നത് വരെ, ആക്ഷൻ എടുക്കുന്നത് വരെ സമരം ചെയ്യണം. അല്ലാതെ നമ്മൾ ആത്മഹത്യ ചെയ്താൽ ആർക്കാണ് ഇവിടെ നഷ്ടമുണ്ടാകുന്നത്? ഒരുപക്ഷെ 1-2 മാസമൊക്കെ ജയിലിൽ കിടന്നേക്കാം, പിന്നെ അവർ പുറത്തു വരും, പിന്നെ അവർ വീണ്ടും റാഗിങ് തുടങ്ങും. ഇതേപോലെയല്ലേ ഒരു ഭർത്താവിന്റെ പീഡനം കാരണം ആത്മഹത്യ ചെയ്യുന്നത്? ഭർത്താവ് ജയിലിൽ കിടക്കും, പിന്നെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ച് ജീവിക്കും. ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് തീർന്നു. ഇതൊക്കെ പേടിച്ചിട്ട് ഉപ്പമാർ എന്ത് തെറ്റ് ചെയ്താലും നോ പറയാൻ പേടിയാണ്, കണ്ണുരുട്ടാൻ പേടിയാണ്. അവരെ പറഞ്ഞതുപോലെ നമ്മൾ വരച്ച വരയിൽ നിർത്താൻ പേടിയാണ്. അൻതലിദൽ അമതു റബ്ബതഹാ, മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുണ്ടാവുക, അവരെ പേടിപ്പിക്കുന്ന മക്കളുണ്ടാവുക, അല്ലെ? ഉമ്മ ഇപ്പൊ അടുത്തൊരാൾ കൊന്നതിന്റെ കാരണം ചോദിച്ചപ്പോ പറഞ്ഞതെന്താ? എന്നെ പ്രസവിപ്പിച്ചതിന്, എന്നെ പെറ്റതിന് എന്റെ ഉമ്മയ്ക്ക് ഞാൻ കൊടുത്ത ശിക്ഷയാണ്. എത്ര കാലം പോറ്റി വളർത്തി, മരണസമാനമായ വേദന സഹിച്ചു. 2 വർഷക്കാലം മുലപ്പാല് നൽകി. ഉമ്മയുടെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു. വയറിൽ നിറയെ സ്ട്രെച്ച് മാർക്കുകള്, മാരടങ്ങളൊക്കെ പാല് കൊടുത്ത് അതിന്റെ ശൈവും രൂപവും എല്ലാം നഷ്ടപ്പെട്ട് കിളവിയായ ഒരു മാതാവ്
ഊണില്ലാതെ ഉറക്കില്ലാതെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഒരു മാതാവിനെ ലഹരിയുടെ അടിമയായ മക്കൾ കടാര കൊണ്ട് കഴുത്തറുത്തു കൊല്ലുന്നു. എന്നിട്ട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, എന്നെ പ്രസവിച്ചതിന് എന്റെ മാതാവിന് ഞാൻ കൊടുത്ത സമ്മാനമാണ് ഈ മരണമെന്ന്. മരണം കൊലപാതകം ഒരു വിഷയമല്ലാതായി മാറാ. എന്തിനാണ് കൊന്നത് എന്ന് ഉമ്മയ്ക്കറിയാതിരിക്ക. എന്തിനാണ് ഞാൻ എന്റെ ഉമ്മയെ കൊന്നത് എന്ന് കൊലപാതകം നടത്തിയ ഘാതകൻ അറിയാതിരിക്ക. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ കാന ആഖിറുസ്സമാൻ, ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തിക്കളയുമെന്ന്. യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ ഉയർത്തിക്കളയും. സ്ത്രീകൾക്ക് ലജ്ജയുണ്ടാവൂല, നാണുണ്ടാവൂല. അതിന്റെ അടയാളമാണ് പുരുഷന്മാര് മുഴുവനും വസ്ത്രം ധരിച്ച് നടക്കുമ്പോ സ്ത്രീകൾ എത്രമാത്രം തുറക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുകയാണ്. ഒരു പുരുഷന്റെ വസ്ത്രം നിങ്ങൾ ആലോചിച്ചു നോക്ക്. പാന്റ് ധരിക്കും, ഷർട്ട് ധരിക്കും, ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ഹാഫ് കൈ, ഷൂ ഉണ്ടാകും. ഇങ്ങനെയാണ് ഒരു പുരുഷൻ നടക്കുക. എന്ത് വലിയ ഫംഗ്ഷൻ ഉണ്ടായാലും, കല്യാണം ഉണ്ടായാലും, സൽക്കാരങ്ങൾ ഉണ്ടായാലും ഒരു പുരുഷന്റെ വേഷം ഇതാ, ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ഹാഫ് സ്ലീവ്, പാന്റ് ഉണ്ടാകും, ഷൂ ഉണ്ടാകും. ആകെ അയാളുടേത് കാണുന്നത് അയാളുടെ മുൻകൈയും മുഖവും മാത്രമാണ്. എന്നാൽ വലിയ വലിയ സൽക്കാരങ്ങളിൽ നമ്മുടെ നടിമാരും സെലിബ്രിറ്റികളൊക്കെ ധരിക്കുന്ന സ്ത്രീകൾ ധരിക്കുന്ന വേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാഫ് നെയ്ക്കഡാണ് പലരും. പുറം ഭാഗം മുഴുവനും ഓപ്പണാണ്, തൊടയുടെ താഴ്ഭാഗം ഓപ്പണാണ്, പൊക്കിളിന്റെ ഭാഗം ഓപ്പണാണ്, കൈ മുഴുവനും ഓപ്പണാണ്, സ്ലീവ്ലെസ് ആണ്. നമ്മളെപ്പോഴെങ്കിലും ഒരു പുരുഷൻ സ്ലീവ്ലെസ് ധരിച്ച് പുറത്തിറങ്ങാറുണ്ടോ? ഒരു ഔദ്യോഗിക സൽക്കാരങ്ങളിൽ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് പുരുഷന്മാർ പോവാറുണ്ടോ? എന്നാൽ സ്ത്രീകൾക്ക് സ്ലീവ്ലെസ് ആണ് ഒരു ഔദ്യോഗിക, ഒരു ഒഫീഷ്യൽ ഡ്രസ്സ് എന്ന് പറയുന്നത് സ്ലീവ്ലെസ് ഡ്രസ്സാണ്. ഇതുപോലെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കൈ മുഴുവനും കാണും. പിന്നെ ചില ആളുകൾ ഫ്രോക്ക് ഇട്ടിട്ടാ പോവാ, തൊടയുടെ താഴോട്ട് ഓപ്പണാണ്. ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ സൽക്കാരത്തിന് ഒരു പുരുഷൻ ബർമുഡ ഇട്ടിട്ട് പോകുമോ? ഫുട്ബോൾ കളിക്കുന്ന ട്രൗസർ ഇട്ടിട്ട് പോകുമോ? എന്ന പെണ്ണിനിത് ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഡ്രസ്. തൊടയുടെ താഴ്ഭാഗം ഓപ്പൺ, പൊക്കിള് മുതൽ വാരിന്റെ പകുതി ഭാഗം ഓപ്പൺ, കൈ മുഴുവനും ഓപ്പൺ. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇദാ കാന ആഖിറുസ്സമാൻ, ലോകാവസാനം നിങ്ങളിലേക്ക് അടുത്തു വന്നാൽ യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകൾക്ക് അല്ലാഹു അവരിൽ നിന്ന് ലജ്ജയെ ഉയർത്തിക്കളയും. ഒരു പെണ്ണിനുണ്ടാവേണ്ടത് നാണമാണ്. ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ഒരു പെണ്ണിന്റെ ചാരിത്രം എന്ന് പറയുന്നത് ലജ്ജയാണ്. ലജ്ജ നഷ്ടപ്പെട്ടാൽ പെണ്ണ് പെണ്ണല്ലാതായി മാറും. ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത, ലജ്ജയില്ലേ നീ തോന്നിയത് ചെയ്തോളൂ. അങ്ങനെയാണ്. ലജ്ജയില്ലെങ്കിൽ ആളുകൾ തോന്നിയത് ചെയ്യും. നാണമില്ലാത്തവർക്ക് എന്തും ചെയ്യാം. അങ്ങനെ ചില റോക്ക് സ്റ്റാറുകള്, റാപ്പ് ഗായകന്മാരൊക്കെ സ്റ്റേജിൽ കയറി തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആളുകൾക്ക് അതിനോടാണ് താല്പര്യം, കുട്ടികൾക്കൊക്കെ അതിനോടാണ് താല്പര്യം. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർവത്ത്, എന്താ അതിന്റെ അർത്ഥം? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർവത്ത്, എന്താ അതിന്റെ അർത്ഥം? ഇത് നമ്മുടെ മക്കള് പാടുന്ന പാട്ട്. പിന്നെ കൊലപാതകം വർദ്ധിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കട്ടച്ചോര, ഒരു മനുഷ്യനെ കുത്തിക്കീറി അതിൽ നിന്ന് വരുന്ന കട്ടച്ചോരെടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിനെ സോഡ സർവത്താക്കി കുടിക്കണം. ഇതാ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. ഇങ്ങനൊരു പാട്ട് പാടിയാൽ ഇവിടെ പൂത്തപ്പലല്ല, മുള്ളേരി മൊത്തം ട്രാഫിക് ജാം ഉണ്ടാവും. ഇങ്ങനൊരു പാട്ടുകാരൻ വന്ന് ഇവിടെ പാടിയാൽ എന്ന് ദീൻ പറയുമ്പോൾ ആളുകൾക്ക് അടുത്തുണ്ടെങ്കിലും വന്നിട്ട് ഇരിക്കാൻ ഭയങ്കര മടിയാ, അല്ലേ? കുട്ടികളോട് ചോദിച്ചു നോക്കി. ഇല്ലുമിനാറ്റി പിന്നൊന്നുണ്ട്, അതിൽ കുറെ വരികളുണ്ട്, അങ്ങനെ അർത്ഥശൂന്യമായ പല വരികൾ. ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ പാടുക. എന്താണ് അർത്ഥമെന്ന് പോലും ആലോചിക്കാതെ മക്കൾ പാടന്നെയാണ്. അതിന്റെ അർത്ഥം എന്താണ്, എന്താ ഇത് ഉദ്ദേശിച്ചതൊന്നും മക്കൾക്കറിയില്ല. ചില പറഞ്ഞാലും കുഴപ്പമില്ല, അതാണ് അവർക്ക് രസം, ആവേശം. അങ്ങനെയാണ്.
അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകൾക്ക് അല്ലാഹു തആല അവരുടെ ചാരിത്രമായി കൊടുത്തത് ലജ്ജയാണ്. ആ ലജ്ജ നഷ്ടപ്പെട്ടാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. പണ്ടൊക്കെ പെണ്ണ് നോക്കിയിട്ട് പ്രപ്പോസ് ചെയ്തിട്ട് കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിന്, പുതിയണ്ണിന് പുതിയാപ്പിളയോട് മിണ്ടാൻ 3 മാസമൊക്കെ എടുക്കുന്ന പഴയ കാലത്തുള്ള ഉപ്പമാരോടൊക്കെ ചോദിച്ചു നോക്കി. ഉപ്പാന്റെ മുമ്പിൽ ഭർത്താവിനോട് മുണ്ടാൻ ഭയങ്കര ഷെയിം. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊരു കല്യാണം, ഇപ്പം എനിക്കിപ്പോൾ എത്ര വയസ്സ് നിങ്ങൾക്ക് അറിയാലോ, ചെറുപ്പത്തിലൊരു കല്യാണം കഴിച്ചു. ചെറുപ്പത്തിലൊരു കല്യാണത്തിന് കൂടിയപ്പോൾ എൻ്റെ ഫാമിലിയിൽ ആദ്യ രാത്രി ഒരു പെണ്ണ് ഭർത്താവിൻ്റെ മുറിയിലേക്ക് പോകുന്നില്ല. കരയാണ്. ഒരു നിലക്കും പോകാൻ ഒക്കുന്നില്ല, നാണാണ്. എല്ലാവരും വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ഭർത്താവിൻ്റെ റൂമിലേക്ക്, മുറിയിലേക്ക് ആദ്യ രാത്രിയാണ്, പോകാൻ ഭയങ്കര നാണായിട്ട് പോകുന്നില്ല, കരയാണ് മാറുന്നിട്ട്. ലാസ്റ്റ് എല്ലാവരും കൂടി തള്ളി അകത്തിട്ടൊരു പുറത്തുനിന്ന് വാതിൽ വെട്ടിയ. ഇന്നത്തെ കഥ എന്താണ്? കല്യാണങ്ങളുടെ ഉപ്പമാരൊരു പ്രപ്പോസൽ കൊണ്ടുവന്നാൽ എനിക്കതൊന്നും വേണ്ട, എനിക്ക് വേറെ ആളുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് മക്കൾ മാറിയില്ലേ? എനിക്ക് നിങ്ങളുടെ പ്രപ്പോസലൊന്നും വേണ്ട, ഐ ഹാവ് മൈ ചോയ്സ്, മൈ പാർട്ട്ണർ ഈസ് മൈ ചോയ്സ്. എൻ്റെ പാർട്ട്ണറെ ഞാൻ തിരഞ്ഞെടുത്തോളും, അതെൻ്റെ ഇഷ്ടമാണ്. ഞാനല്ലേ കല്യാണം കഴിക്കുന്നത്, ഞാനല്ലേ കൂടെ ജീവിക്കേണ്ടത്, ഞാൻ തീരുമാനിക്കും എൻ്റെ പാർട്ട്ണറെ. എത്ര നിസ്സാരമായിട്ടാണ്, ഒരു നാണമില്ലാതാണ് നമ്മുടെ മക്കൾ പറയുന്നത്. പണ്ടൊക്കെ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടികൾ തല താഴ്ത്തി നിൽക്കും. പെൺകുട്ടികളുടെ തല താഴ്ത്തൽ മൗനം സമ്മതാണ് എന്ന് കർമ്മശാസ്ത്രം പറയാൻ കാരണം, സ്ത്രീകൾക്ക് നാണുള്ളത് കൊണ്ട് അവർ ഓക്കെ എന്ന് പറയൂല, അവർ മിണ്ടാണ്ടിരുന്നാൽ അത് സമ്മതാണ്. ഇന്ന് ഏത് പെണ്ണിനെ എങ്ങനെ നാണുള്ളത് തല താഴ്ത്തിക്കുന്നത്? സ്ത്രീകളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ ഉയർത്തിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആ ലജ്ജ ഉയർത്തിക്കളഞ്ഞതിന്റെ അടയാളമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പാറിക്കളിക്കുന്നത് നമ്മുടെ പെൺകുട്ടികള്. നൃത്തം ചെയ്യാനും ശരീരത്തിന്റെ ഷൈപ്പുകള്, ശരീരത്തിന്റെ ആകൃതി പോലും കാണുമ്പോ ഒരു മടിയുമില്ലാതെ, ഒരു നാണവുമില്ലാതെ, കുറച്ച് ഫോളോവേഴ്സിന് വേണ്ടി, ലൈക്കിന് വേണ്ടി, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, അതിൽ നിന്നെന്തെങ്കിലും ഇൻകം ഉണ്ടായാൽ അതുകൊണ്ട് ജീവിക്കണമെന്നുള്ള ചിന്തയോടെ സ്വന്തം ശരീരം പോലും വിൽക്കാൻ മടിയില്ലാതെ ഒരുപാട് നൃത്തങ്ങളുമായി, അഭിനയങ്ങളുമായി നമ്മുടെ പെൺകുട്ടികൾ സോഷ്യൽ മീഡിയകളിൽ പാറിക്കളിക്കുന്നത് ലജ്ജ നഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. പഴയ കാലങ്ങളിലൊക്കെ ഒരു പെണ്ണിന് അന്യപുരുഷന്റെ മുമ്പിൽ നിൽക്കാൻ തന്നെ മടിയായിരുന്നു. ഇന്നെന്നെ കണ്ടോളൂ, എന്നെ നോക്കിക്കോളൂ, എനിക്ക് ലൈക്ക് അടിച്ചോളൂ, എൻ്റെ ഷെയർ ചെയ്തോളൂ എന്നിങ്ങനെ പറഞ്ഞ് സ്വന്തം സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന ഒരു കാലമായി മാറി. അല്ലാഹുവാണ് ഈ ലോകത്തിന്റെ നിയമങ്ങളെ പറയേണ്ടത്, കാരണം ഇതിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. ഈ മൈക്ക് എങ്ങനെ സംവിധാനം ചെയ്യണമെന്ന് പറയേണ്ടത് ഓപ്പറേറ്ററാണ്. ഇതിനെത്ര വാട്ട്സ് വേണം, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയാൻ വോൾട്ട് വേണം, എത്ര വാട്ട്സ് വേണം, ഇതെങ്ങനെ സെറ്റ് ചെയ്യണം, സൗണ്ട് എഞ്ചിനീയേഴ്സാ പറയേണ്ടത്. അതേപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയവരാ പറയേണ്ടത്. എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എല്ലാറ്റിലുണ്ടാകും. ഹൗ ടു യൂസ്, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു എഴുത്തുണ്ടാവും. എല്ലാ വസ്തുക്കളിലുണ്ടാവും ഹൗ ടു യൂസ്. കുടിക്കുന്ന മരുന്നുകളിൽ ഏത് സാധനമാണെങ്കിലും ഇതെങ്ങനെ ഉപയോഗിക്കണം. അത് ഉണ്ടാക്കിയ ആളുകളാണ് പറയേണ്ടത്. അപ്പൊ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവാ പറയേണ്ടത് ലോകത്തെങ്ങനെ ജീവിക്കണമെന്ന്. യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല, സ്വതന്ത്ര ചിന്താഗതിക്കാരല്ല, അള്ളാഹുവാണ് പറയേണ്ടത്. ആ റബ്ബ് പറഞ്ഞു ഒരു പെണ്ണിന്റെ ഔറത്ത് എന്ത്, ഒരു പുരുഷന്റെ ഔറത്ത് എന്ത് എന്ന്. പ്രിയപ്പെട്ടവരെ, പിന്നെ നബി തങ്ങൾ പറഞ്ഞു ലോകാവസാനം നിങ്ങളിലേക്ക് അടുത്തു വരുമ്പോൾ മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ നിന്ന് അല്ലാഹു കാരുണ്യത്തെ എടുത്തു കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. കരുണയെ അല്ലാഹു എടുത്തു കളയും. ആ കരുണ എടുത്തു കളഞ്ഞതിന്റെ പേരിലാണ് ഇവിടെ റാഗിങ്ങുകൾ നടക്കുന്നത്. ക്ലോസറ്റിലേക്ക് തല, നമ്മളൊക്കെ കാഷ്ടിക്കാറുള്ള, മലമൂത്ര വിസർജനം നടത്താറുള്ള ക്ലോസറ്റിലേക്ക് ഒരു മനുഷ്യന്റെ പവിത്രമായ മുഖം തല ഇങ്ങനെ താഴ്ത്തിയിട്ട് ക്ലോസറ്റ് ഫ്ലഷ് ചെയ്യുക. ലൈംഗിക അവയവങ്ങളിലൊക്കെ സൂചികൾ കൊണ്ട്, കോമ്പസുകൾ കൊണ്ട് വരച്ച് വികൃതമാക്കുക. വർക്കൗട്ടിന് ഉപയോഗിക്കുന്ന ടെമ്പിളുകൾ ഉപയോഗിച്ച് ഒരു മനുഷ്യന്റെ ലൈംഗിക അവയവത്തിൽ ദ്രോഹിക്കുക. ഒരു മനുഷ്യനെ നിഷ്ഠൂരമായി 100 ചില്ലാനം വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തുക. ഇതൊക്കെ അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തു മാറ്റിയതിന്റെ ഉദാഹരണമാണ്.
ഭർത്താവിനെ കൊല്ലാൻ ഭാര്യ ആസൂത്രണം ചെയ്യുന്നത്, ഭാര്യയെ കൊല്ലാൻ കാമുകിയുടെ കൂടെ ഭർത്താവ് ആസൂത്രണം ചെയ്യുന്നത്, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാതാപിതാക്കളെ പിതാവിനെ കൊല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. അള്ളാഹു പറഞ്ഞു, ലോകാവസാനം സംഭവിക്കുമ്പോ അള്ളാഹു മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് കാരുണ്യത്തെ എടുത്തു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അൻതലിദൽ അമതു റബ്ബതഹാ, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ ഉണ്ടാകുന്നത്, അഥവാ നേരെ ഓപ്പോസിറ്റായി. മക്കൾ മാതാപിതാക്കൾ അനുസരിക്കണമായിരുന്നു, അതിന്റെ നേരെ വിപരീതമായി മക്കള് പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളായി. സ്കൂളിൽ നിന്ന് വൈകി വന്നാൽ എന്തേ വൈകി എന്ന് ചോദിക്കാൻ പേടിയാ. ഞാൻ പഠിക്കുന്നില്ല, പിറ്റേസ് അങ്ങനെയാണ് കമന്റ്, ഞാൻ പഠിക്കുന്നില്ല, ഞാൻ പോകുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് കല്യാണം വേണ്ട, കല്യാണം കഴിക്കാൻ പറഞ്ഞു, കല്യാണം വേണ്ട, കല്യാണം കഴിക്കുന്നില്ല. ഈ രീതിയിൽ മാതാപിതാക്കളെ വെല്ലുവിളിക്കാൻ. അപ്പൊ പിന്നെ മാതാപിതാക്കൾക്ക് അവിടെ മറുപടിയില്ല, മിണ്ടാണ്ടിരിക്കും. നോക്കൂ നിങ്ങളെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലഈഫായ ബലഹീനമായ ഒരു ഹദീസ് ഉണ്ട്. ഹബീബായ നബി തങ്ങളോട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ അലമിൻ തുഅറഫു ബിഹിസ്സാഅ, നബിയേ, ലോകാവസാനം അടുത്തു എന്നതിന് വല്ല അടയാളങ്ങളും ഉണ്ടോ നബിയേ? അവ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അലാമിസ്സാഅതി വഅശ്റാതിഹാ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ആണിനെ കല്യാണം കഴിക്കുന്നത്. സുവർഗരതിയെ കുറിച്ചല്ല, സുവർഗരതി മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തന്നെയുണ്ട്. ആണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചല്ല. അത് മഹാപാപമാണെന്നും പഴയ കാലത്ത് തന്നെ ഉണ്ട്. അതും പ്രകൃതി വിരുദ്ധാണ്. എന്താ ഈ പ്രകൃതി വിരുദ്ധം എന്ന് പറഞ്ഞാല്? പ്രകൃതി വിരുദ്ധമുണ്ട്, പ്രകൃതിക്ക് യോജിച്ചതുണ്ട്, വിരുദ്ധമല്ലാത്തത്. അപ്പൊ പ്രകൃതിയോട് യോജിച്ചത് ആണും പെണ്ണും തമ്മിലുള്ള വൈവാഹിക ജീവിതമാണ്. ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധം പ്രകൃതി വിരുദ്ധമാണ്. ഈ വിരുദ്ധം നടക്കുമ്പോൾ ലോകത്തിന്റെ സിസ്റ്റം തകരും. നേരത്തെ പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഒഴിക്കുമ്പോൾ പെട്രോൾ വണ്ടിക്ക് സംഭവിക്കുന്നത് പോലെ ലോകത്തിന്റെ ഫ്ലോ നഷ്ടപ്പെടും. ആണിനെ കല്യാണം കഴിക്കും, പെണ്ണിനെ കല്യാണം കഴിക്കും. നബി തങ്ങൾ പറഞ്ഞു, കേരളത്തിൽ 2 പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങിപ്പോയി. മാതാപിതാക്കൾ പറഞ്ഞത് കേട്ടില്ല, മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ചില്ല. 2 പേരും പ്രണയത്തിലാണ്, പെണ്ണും പ്രണയത്തിലാണ്. അങ്ങനെ അവർ വീട് വിട്ടിറങ്ങി. അവരെ സ്വീകരിക്കാനും അവരെ സൽക്കരിക്കാനും അവരെ പോറ്റുവളർത്താനും അവരുടെ കൂടെ നിൽക്കാനും വലിയ പാർട്ടികളും സംഘടനകളും. എന്നിട്ടവരെ എല്ലാ ദിവസവും ചാനലുകളുടെ മുന്നിൽ വന്നിട്ട് സ്വന്തം ജനിപ്പിച്ച മാതാപിതാക്കളെ കുത്തി നോവിക്കാത്ത ഒരു വാക്ക് അവർ പറയാറില്ല. ഏത് ചാനൽ ചർച്ചയിൽ വന്നാലും ഉമ്മയെക്കുറിച്ച് ചീത്ത പറയാ, കുടുംബത്തെക്കുറിച്ച് ചീത്ത പറയാ. ഏതുമ്മ? 18 വയസ്സുവരെ പോറ്റി വളർത്തിയ മാതാവ്, 18 വയസ്സുവരെ ഭക്ഷണം നൽകിയ മാതാവ്, 18 വയസ്സുവരെ പഠിപ്പിച്ച മാതാവ്, മരണസമാനമായ വേദന തിന്ന് പ്രസവിച്ച മാതാവ്, 2 വർഷക്കാലം ഊണും ഉറക്കുമില്ലാതെ പാല് നൽകി പോറ്റി വളർത്തിയ മാതാവ്. ഈ മാതാവ് അന്നിവളെ കൈവിട്ടിരുന്നുവെങ്കിൽ, സ്വതന്ത്ര ചിന്താഗതി, നിന്റെ ഇഷ്ടം നിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പ്രസവിച്ച ഉടനെ മാതാവ് ആ മകൾ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് പോയിരുന്നുവെങ്കിൽ, എവിടെയെങ്കിലും പുഴുവരിച്ച് തീരേണ്ട മക്കള് ഇന്നിപ്പോ പറയാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ എന്തിനാണ് മാതാവ് കൈവെക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, എന്തൊരു വിഡ്ഢിത്തരമാണത്, എന്തൊരു വിഡ്ഢിത്തരമാണ്. എന്റെ ശരീരം എന്റേതാണ്, ഞാനാ തീരുമാനിക്കുക, എന്റെ ചോയ്സാണ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണത്. കാരണം ഒന്ന് തുമ്മാൻ മുട്ടിയാൽ തുമ്മലിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ബലഹീനരാണ് മനുഷ്യൻ. നിങ്ങൾക്ക് കഴിയുമോ? ഒന്ന് തുമ്മണമെന്ന് തോന്നിയാൽ ആ തുമ്മലിനെ അടുക്കി വെക്കാൻ, നിയന്ത്രിക്കാൻ നിങ്ങളിൽ ആർക്കാ കഴിയുക? നല്ല ചൂട് ചായ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുമ്പോ ചൂട് വെള്ളം 2 കയ്യിലും പിടിച്ചൊരു അതിഥി വരാൻ, ആ അതിഥിക്ക് വേണ്ടി നല്ല ചൂട് വെള്ളമോ ചായയോ ഇങ്ങനെ പിടിച്ചു നടക്കുമ്പോ തുമ്മാമുട്ടി
ഇത് നിയന്ത്രിക്കണം, പക്ഷെ നിയന്ത്രിക്കാൻ ഒരു തടിക്ക് കഴിയില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ തുമ്മലുകൾ. തുമ്മുമ്പോൾ കയ്യിൽ നിന്ന് ചായ പൊട്ടി, ഗ്ലാസ് തെറിച്ചു, താഴെ വീണു. ഇതുപോലും കഴിയാത്തൊരു മനുഷ്യൻ പറയും എൻ്റെ ശരീരം ഞാൻ നിയന്ത്രിക്കും, അതെൻ്റെതാണ്. ഒന്നും കഴിയില്ല. തുറന്ന കണ്ണിനെ പൂട്ടാൻ പോലും ഒരാൾക്ക് കഴിയില്ല, അള്ളാഹു വിചാരിച്ചാൽ. വായിലേക്കിട്ട വെള്ളം പോലും താഴോട്ടിറങ്ങൂല. നമ്മൾ വിചാരിക്കാണ് നമ്മളെ നിയന്ത്രണാണെന്നല്ല. ഞാൻ ഇന്നലൊരു രോഗിയെ കണ്ടു, ചെറുപ്പക്കാരനാണ് അയാൾ. അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ഒരു മുഴ വന്നു. ആ മുഴ നീക്കം ചെയ്യുമ്പോൾ സ്പൈനൽ കോഡിനെ ബാധിച്ചു. അദ്ദേഹത്തിന്റെ അരയുടെ താഴെ ജീവനില്ല. 4 വർഷമായി നടക്കാൻ കഴിയുന്നില്ല. അരക്ക് താഴെ ലൈംഗിക അവയവങ്ങൾക്കൊന്നും ശേഷിയില്ല. ഒരു സെൻസറിങ് സിസ്റ്റം ഉണ്ട് നമ്മുടെ ലൈംഗിക അവയവങ്ങൾക്കൊക്കെ. മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ നമ്മൾക്കറിയും, അതാണ് ഈ സെൻസറിങ് എന്ന് പറഞ്ഞത്. ഇതറിഞ്ഞില്ലെങ്കിലോ നമ്മുടെ ട്രൗസറിലൊക്കെ മൂത്രം ഇഞ്ഞോണ്ടുണ്ടാവും, നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അമേരിക്കയിലേക്ക് ഇന്ന് നടക്കുന്നത് അതാണ്. ആണും ആണും തമ്മിലുള്ള വിവാഹം, ആണും ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന്റെ പരിണിത ഫലമായി അവരുടെ ലൈംഗിക അവയവങ്ങളുടെ പിൻദ്വാരങ്ങളുടെ സെൻസറിങ് നഷ്ടപ്പെട്ട് അവരറിയാതെ പുറത്തു പോവാണ്. ഡയപ്പർ ധരിക്കേണ്ട അവസ്ഥയാണ് ഈ ഖേകൾക്ക്. ആണും ആണും കല്യാണം കഴിച്ച് ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്ക്. ഇതൊക്കെ പ്രകൃതി വിരുദ്ധാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പ്രകൃതി വിരുദ്ധമായതെല്ലാം ലോകാവസാനത്തെ വിളിച്ചു വരുത്തും. എന്തൊക്കെയാണോ പ്രകൃതി വിരുദ്ധം അതെല്ലാം ലോകാവസാനത്തിന്റെ ഡേറ്റിന് അടുപ്പിക്കും. ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുമ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പെൺകുട്ടികളെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മാതാവിനെ വേദനിപ്പിക്കാതെ, ആ മാതാവിന്റെ എന്തെങ്കിലും കുറവുകൾ പറയാതെ, ആ കുടുംബത്തിനെ ആക്ഷേപിക്കാതെ ഒരു ചാനൽ ചർച്ച. അല്ലാഹു എന്താ പറഞ്ഞത്? സ്വന്തം മാതാവിനെ വേദനിപ്പിച്ച ആളുകൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണൂല. ഇപ്പോൾ ഉള്ള ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള സമയത്ത് കുറെ ആളുകൾ ഉണ്ടാവും കൊണ്ട് നടക്കാൻ. അവസാനം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് തിരിഞ്ഞു നോക്കാൻ ആരുണ്ടാവില്ല. അത് ശിക്ഷയാണ്, ശിക്ഷയാണ് എന്ന് ചാനലുകളിൽ ആരും, ഒരു ചാനലും വരൂല. ഒരു ഇക്കിളി വാർത്തകൾ പുറത്തുവിടുന്ന ഒരു മീഡിയകളും വരൂല. ഇതൊക്കെ പടച്ചോന്റെ ശിക്ഷയാണ്. മാതാപിതാക്കളുടെ കണ്ണുനീര് കുടിച്ച ഒരാളും അത് അനുഭവിക്കാതെ മരിച്ചു പോകൂല. നിങ്ങൾ എഴുതി വെച്ചോളൂ. മാതാപിതാക്കൾ ഏത് മതക്കാരായാലും, ഹൈന്ദവനായാലും, ക്രൈസ്തവനായാലും, മുസ്ലിമായാലും, മാതൃദേവോ ഭവ. മാതാപിതാക്കളെ, മാതാവിനെ, ഉമ്മയെ, പിതാവിനെ ദൈവത്തെ പോലെ കാണണമെന്ന് പറഞ്ഞ് അവരെ വല്ലാതെ ആദരിക്കണം, വല്ലാതെ റെസ്പെക്ട് ചെയ്യണം. അവരോട് അപമര്യാദയായി പെരുമാറാൻ പാടില്ല. എന്നിട്ടാണ് പച്ചയായി സ്വന്തം മാതാപിതാക്കളുടെ നേരെ ഒരു മടിയില്ലാതെ ചാനലുകളിൽ വന്നിട്ട് തോന്നിവാസം പറയുന്നത്. അനുഭവിക്കാതെ പോകുമെന്ന് വിചാരിക്കണ്ട. അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിക്കുന്നത് ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലല്ല, ആണും ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് അമേരിക്കയിലുള്ളത്. എന്തുകൊണ്ടാണ്? അത് പ്രകൃതി വിരുദ്ധമാണ്. ഈ ഹദീസിലൂടെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നതെല്ലാം വിപരീതാകുന്ന. നോക്കൂ, നിങ്ങൾ നബി തങ്ങൾ അടുത്തതായി പറഞ്ഞു, അൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആഅശ്ശാഇ യതതാവലൂന ഫിൽ ബുൻയാൻ. അൻതറൽ ഹുഫാതൽ ഉറാതൽ ആല, കാലിൽ ചെരുപ്പ് ധരിക്കാൻ ചെരുപ്പില്ലാത്തവർ, ചെരുപ്പ് ധരിക്കാൻ ചെരുപ്പില്ലാതെ തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യങ്ങളിലൂടെ നടന്ന് ചുട്ടുപൊള്ളുന്ന മണൽത്തരികളുടെ ചൂടേറ്റ് കാലിന്റെ നഖങ്ങൾ ഇളകി വീഴുമ്പോ അടുത്തത് അൽ ഉറാത്ത്, നഗ്നരായവർ. അവർക്ക് നഖമിളകി വീഴുമ്പോ ആ നഖത്തിനെ വെച്ച് കെട്ടാൻ ഒരു തുണിക്കഷ്ണമില്ല. അവരുടെ സാധന സാമഗ്രികളിൽ, ചരക്കുകളിൽ ഇളകി വീഴുന്ന നഖങ്ങളെ കെട്ടാനുള്ള ഒരു തുണിക്കഷ്ണമില്ല. അപ്പൊ എന്താ അവർ ചെയ്തത്? ചോര ഇങ്ങനെ വാർന്നൊലിക്കുകയാണ് കാലിൽ ചെരുപ്പില്ലാതെ. ആ സമയത്ത് ധരിച്ച തുണിയിൽ നിന്നൊരു കഷ്ണം കീറിയെടുത്തിട്ട് ഇളകി വീഴുന്ന നഖത്തെ കെട്ടിയിട്ട് യുദ്ധത്തിലേക്ക് നടന്നുപോയ മഹാന്മാരായ സ്വഹാബാക്കൾ. തബൂക്ക് യുദ്ധം, ആ യുദ്ധത്തിന്റെ പേരാണ് തുണിക്കഷ്ണം വെച്ച് കെട്ടിയ യുദ്ധം. തുണിക്കഷ്ണം വെച്ച് കെട്ടിയ യുദ്ധം എന്നാണ് ആ യുദ്ധത്തിന്റെ പേര്. അപ്പോ അൻതറൽ ഹുഫാത്ത്, കാലിൽ ചെരുപ്പില്ലാതിരുന്നവർ, അൽ ഉറാത്ത്,
ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, അങ്ങനെ എത്ര സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. രണ്ടാമതൊരു വസ്ത്രമില്ലാതിരുന്നത് കാരണം സലാം വീട്ടിയ ഉടനെ ദുആഇന് പോലും നിൽക്കാതെ ഭാര്യയ്ക്ക് നിസ്കരിക്കാനുള്ള വസ്ത്രത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് ഓടിപ്പോയവർ. ദരിദ്രരായ ആളുകൾ, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാത്തവർ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും, പള്ളിയിൽ ഇങ്ങനെ മലർന്ന് കിടക്കും. ആരെങ്കിലും പോകുമ്പോ കാലിങ്ങനെ തോണ്ടും. പട്ടിണി കിടന്നു, ഭക്ഷണമില്ല, കുറെ ദിവസങ്ങളായി ഭക്ഷണമില്ല. ആളുകളോട് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുന്നത് ഒരു യാചനയാണ്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കൂല. ആരെങ്കിലും പോകുമ്പോ ഇങ്ങനെ തോണ്ടും. അപ്പൊ തോണ്ടുമ്പോ എന്തോ തടഞ്ഞതുപോലെ താഴെ നോക്കും. താഴെ നോക്കുമ്പോ അബൂ ഹുറൈറ ഇങ്ങനെ കിടന്നിട്ടുണ്ടാകും. അപ്പൊ അവർ മനസ്സിലാക്കും അബൂ ഹുറൈറ പട്ടിണിയാണ്. അങ്ങനെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. ഇങ്ങനെയൊക്കെ മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹാനായ അബൂ ഹുറൈറ തങ്ങളാണ്. അൽ ആലത, ദരിദ്രരായവർ. ആടിനെ മേച്ച് നടന്നവർ. ശുതർബാനോ കെകഹ്വാറ, ഒട്ടകങ്ങളെ മേച്ചു നടന്നിരുന്നവർ, ആടിനെ മേച്ചു നടന്നിരുന്നവർ. ഈ ആളുകളെ നിങ്ങൾക്ക് കാണാം. യതത്വാവലൂന ഫിൽ ബുന്യാൻ, അമ്പലച്ചുംബികളായ ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതിൽ മത്സരിക്കുന്നത് കാണാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് എവിടെയുള്ളത്? ലോകത്തെ ഏറ്റവും നീളമുള്ള ബിൽഡിംഗ് എവിടെയുള്ളത്? എവിടെയാ? ദുബായിലാണ് ഏറ്റവും വലിയ ബിൽഡിംഗ് ഉള്ളത്. ദുബായിലാണ്. ആ ദുബായിയുടെ ബിൽഡിങ്ങിനെ, ദുബായ് ഈ ചെരുപ്പില്ല നടന്നവരാ ദുബായ് എമിറാത്തികൾ, UAE-ക്കാർ. ആ UAE-യുടെ അറബികളെ, മരുഭൂമിയിൽ ജീവിച്ച അറബികളെ വെല്ലാൻ അടുത്തത് ആ സൗദിയിൽ വരാൻ 1 മൈൽ ബിൽഡിംഗ് ജിദ്ദയിലുണ്ട്. 1 മൈൽ ബിൽഡിംഗ് എന്ന പേരിൽ ജിദ്ദയിൽ പുതിയൊരു ബിൽഡിംഗ് വരെയാണ്. ഈ വർഷത്തോടുകൂടി അല്ലെങ്കിൽ അടുത്ത വർഷത്തോടുകൂടി അത് ഉദ്ഘാടനം ചെയ്യപ്പെടും. പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ എന്നർത്ഥം. 1.5 കിലോമീറ്റർ വലുപ്പമുള്ള, ഹൈറ്റുള്ള, ലെങ്ത്തുള്ള ബിൽഡിംഗ് ജിദ്ദയിൽ വരാൻ ഞാൻ കണ്ടിട്ടുണ്ട്. കൺസ്ട്രക്ഷനൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്ട്രക്ചറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആരാ മത്സരിക്കുന്നത്? ജിദ്ദ മത്സരിക്കുന്നത് UAE-നോട്. UAE മത്സരിക്കുന്നത് ജിദ്ദയോട്. യതതാവലൂന ഫിൽ ബുന്യാൻ, കാലിൽ ചെരുപ്പില്ലാത്ത ആട്ടിടയന്മാര് ബിൽഡിങ്ങുകൾ എടുക്കുന്നതിൽ മത്സരിക്കും. പിന്നെ നബി തങ്ങളുടെ മറ്റു ചില ഹദീസുകളിൽ കാണാം, ചില അസറുകളിൽ കാണാൻ കഴിയും. മക്കയുടെ പർവ്വതങ്ങളെക്കാൾ മുകളിലുള്ള ബിൽഡിങ്ങുകൾ മക്കയിൽ വന്നാൽ, മക്കയിലുള്ള പർവ്വതങ്ങളെക്കാൾ മുകളിലേക്ക് മക്കയിലെ ബിൽഡിങ്ങുകൾ വന്നാൽ, ഇതാരാ പറയുന്നത്? ഒന്ന് ചാടിയാൽ റൂഫിലേക്ക് കയ്യെത്തുമാർ ഇത്തിരി പോന്ന വീടുള്ള, ഈ വലിപ്പം പോലും ഇല്ല അന്നത്തെ വീടുകള്. കാല് പുറത്ത് കിടക്കും. ചിലപ്പോൾ 2 പേര് കടന്നാൽ കാല് പുറത്തായിരിക്കും. ഒന്ന് ചാടിയാൽ റൂഫിലേക്ക് കൈതട്ടും. ഇതുപോലെയുള്ള ഓലമേഞ്ഞ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ, ഈന്തപ്പനയുടെ മട്ടിലുകൾ കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ താമസിച്ച് അതുപോലെ മരിച്ചുപോയ, വഫാത്തായി പോയ ഹബീബായ നബി തങ്ങളാണ് പറയുന്നത്, മക്കയിലുള്ള പർവ്വതങ്ങളുടെ മുകളിലേക്ക് ബിൽഡിങ്ങുകൾ ഉയർന്നു വന്നാൽ ലോകാവസാനം സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ജബലബി ഖുബൈസ് ഉണ്ട് അവിടെ. മക്കയിൽ ജബലബി ഖുബൈസ് ഉണ്ട്. ഏറ്റവും ഉയർന്ന പർവ്വതം അതാണ് ജബലബി ഖുബൈസ്. ആ ജബലബി ഖുബൈസിനേക്കാൾ 70-100 മീറ്റർ നീളമുണ്ട് അവിടുത്തെ ക്ലോക്ക് ടവറിന്. മക്കയുടെ ക്ലോക്ക് ടവറിന് നമ്മളൊക്കെ ഉംറക്ക് പോയാൽ കാണാറുള്ള, നമ്മൾ താമസിക്കാറുള്ള ക്ലോക്ക് ടവറിന് ജബലബി ഖുബൈസിനേക്കാൾ 100ഓളം മീറ്ററുകൾ ലെങ്ത് ഉണ്ട്, നീളമുണ്ട്. ഇതിന് തങ്ങൾ പറഞ്ഞത് അസറുകളിൽ കാണാൻ കഴിയും. പർവ്വതങ്ങളെക്കാൾ മുകളിലേക്ക് മക്കയിൽ ബിൽഡിങ്ങുകൾ വന്നാൽ ലോകാവസാനം സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, അതേപോലെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, മക്കയിൽ ടണലുകൾ പ്രത്യക്ഷപ്പെട്ടാൽ, മക്കയിൽ നിങ്ങൾ ടണലുകൾ കാണാനിടയായാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, മക്കയിൽ ഇന്ന് ടണലല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ? ഉംറക്ക് പോയ ആളുകൾക്കറിയാം, മൊത്തം ടണലാണ് അല്ലേ? ഉംറക്ക് പോയില്ലേ?
മക്കയിൽ നിറയെ ടണലാണ്. ഹജ്ജിന് പോയാലും അറിയാം, ടണലുകളിലൂടെയാണ് നടക്കുക. ഹജ്ജിനൊക്കെ നിറയെ ടണലുകളാണ്. ഇങ്ങനെ ടണലുകൾ മക്കയിൽ കാണാനിടയായാൽ അതും ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഓരോന്ന് നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ, ലോകാവസാനം നിങ്ങളിലേക്ക് അടുത്തു. ഇഖ്തറബത്തിസ് സാഅ, ലോകാവസാനം നിങ്ങളിലേക്ക് അടുത്തിട്ടുണ്ട്. അതിന്റെ കാരണമായി പറഞ്ഞത് വൻശഖൽ ഖമർ, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിട്ടുണ്ട്. 2 കഷ്ണമായി ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹബീബായ നബി തങ്ങളോട് മക്കാ മുശ്രിക്കീങ്ങൾ ആവശ്യപ്പെട്ടു ചന്ദ്രൻ 2 കഷ്ണമായി പിളർത്താൻ. നബി തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ചന്ദ്രനെ 2 കഷ്ണമാക്കി. ഒരു കഷ്ണം ഹിറാ ഗുഹയുടെ മുകളിൽ, ഒരു കഷ്ണം ആകാശത്ത് മക്കാ മുശ്രിക്കീങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഇഖ്തറബ എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ്. ഇഖ്തറബത്തിസ് സാഅ, ലോകാവസാനം അടുത്തു. വൻശഖൽ ഖമർ, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു. 1400 വർഷം കഴിഞ്ഞു ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിട്ട്. എന്നിട്ടും നമ്മള് കളിക്കുകയാണ്, ചിരിക്കുകയാണ്. നമ്മൾക്ക് ലോകാവസാനത്തെ കുറിച്ച് ചിന്തയില്ല. അത് എപ്പോ വരുമെന്നുള്ള ആശങ്ക മാത്രമേ ഉള്ളൂ. അത് വരുമ്പോ ഒരുങ്ങി നിൽക്കണമെന്നുള്ള ചിന്ത നമ്മൾക്കില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നത് കാണാനിടയായി. വല്ലാതെ പേടിച്ചിട്ട് പള്ളിയിലേക്ക് കടന്നു പോകുന്നത്, പള്ളിയിലേക്ക് ഹബീബായ നബി തങ്ങൾ ഒരു തട്ടം എടുത്തിട്ട് പോകുന്നത് ഹബീബായ നബി തങ്ങൾ കാണാനിടയായി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഭാര്യ മഹാന്മാരായ സ്വഹാബാക്കളോട് പറഞ്ഞു, എന്തോ നബി തങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേഗം ഹബീബായ നബി തങ്ങളുടെ കൂടെ പോവണം, എന്തോ നബി തങ്ങൾക്ക് പേടിപ്പിക്കുന്ന കാര്യമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്വഹാബാക്കൾ എല്ലാവരും പള്ളിയിൽ പോയി നോക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യഅജൂജ് മഅജൂജിനെ കെട്ടിയിട്ട യഅജൂജ് മഅജൂജിനെ ഉപരോധിക്കാൻ വേണ്ടി ദുൽഖർനൈൻ എന്ന് പറയുന്ന അലക്സാൻഡ്രിയൻ ചക്രവർത്തി ഉണ്ടാക്കിയ ആ വൻമതിലിൽ ചെറിയ ഒരു ഇത്തിരിപ്പോ എന്ന ഒരു ദ്വാരം വന്നിട്ടുണ്ട്. ഇത്തിരിപ്പോ നബി തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു കൊടുത്തു. قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض. يأجوج ومأجوج ഭൂമിയിൽ വല്ലാതെ ഫിത്ന ഉണ്ടാക്കുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അലക്സാൻഡ്രിയൻ ചക്രവർത്തി, ഒരു വലിയൊരു ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവ് വലിയൊരു വൻമതിൽ കൊണ്ടവരെ തടഞ്ഞു വെച്ച് വരാതിരിക്കാൻ ഇവരെന്ത് ചെയ്യുന്നു? ഇവരുടെ ആയുധം കൊണ്ട് ഇതിനെ തുരങ്കമുണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തുരങ്കം ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഇത്തിരിപ്പോന്ന ദ്വാരമുണ്ടായിട്ടുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ 1400 വർഷങ്ങൾ കഴിഞ്ഞു. ആ ഇത്തിരിപ്പോന്ന ദ്വാരം എത്രത്തോളം എത്തിയിട്ടുണ്ടാകുമെന്ന് നമ്മൾ ആലോചിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബ്, വൈലുൽ ലിൽ അറബ്, അറബികൾക്ക് നാശം. നബി തങ്ങൾ പറയാൻ, അറബികൾക്ക് നാശം. മിൻ ശർരിൻ ഖദ് ഇഖ്തറബ, വലിയ ഒരു അപകടം അടുത്തിരിക്കുകയാണ്. മിൻ ശർരിൻ ഖദ് ഇഖ്തറബ, വലിയൊരു അപകടം അടുത്തിരിക്കുകയാണ്. ഫുതിഹൽ യൗം, ഇന്ന് തുറക്കപ്പെട്ടു. മിൻ റദ്മി യഅജൂജ വമഅജൂജ മിസ്ല ഹാദി, യഅജൂജ് മഅജൂജിനെ ബന്ദിയാക്കി ഉപരോധിച്ചു വെച്ചിരിക്കുന്ന ആ വൻമതിലിൽ നിന്ന് നബി തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് വഹല്ലഖ ബിഇസ്ബഇഹിൽ ഇബ്ഹാമ വല്ലതി തലി, ചൂണ്ടുവിരലും അതിനോട് ചേർന്ന് നിൽക്കുന്ന വിരലും ഇങ്ങനെ കാണിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇത്തിരിപ്പോന്നൊരു ദ്വാരം ഇന്ന് തുറക്കപ്പെട്ടു. യഅജൂജ് മഅജൂജിന്റെ വൻമതിലിൽ നിന്ന് 1400 വർഷങ്ങൾ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, അത് തുറക്കപ്പെട്ടാൽ പല മേഖലകളിലും പല ഭാഗങ്ങളിലും അവരിങ്ങനെ ഒഴുകി ഇറങ്ങും. ഓരോ ഏരിയകളിൽ ഇങ്ങനെ ഇഴഞ്ഞിറങ്ങി ആളുകളിലേക്ക് ഇറങ്ങുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണ് യഅജൂജ് മഅജൂജ് വരിക? ഇദാ കസുറൽ ഖബസു, വ്യഭിചാരവും തോന്നിവാസങ്ങളൊക്കെ വർദ്ധിക്കുമ്പോഴാണ്.
ഞാൻ പറഞ്ഞല്ലോ, വ്യഭിചാരവും ഈ പറയപ്പെടാൻ പോകുന്ന ചില കാരണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിന്നാൽ ഇതൊക്കെ കുറച്ചും കൂടി എക്സ്റ്റെൻഡായി നീണ്ടു പോകും. ഞാൻ ചില ഹദീസുകളിൽ നിന്ന് വന്ന കാര്യങ്ങൾ ഓടിച്ചുവിടാം, വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, അലാ വ ഇന്ന മിൻ അലാമിസ് സാഅത്തി വഅശ്റാതിഹാ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അയ്യകൂനൽ വലദു ഗൈളാ, വാശി പിടിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന മക്കളുണ്ടാവുന്നത്. ദേഷ്യം പിടിക്കുന്ന മക്കളുണ്ടാകുന്നത്, എന്തെങ്കിലും പറഞ്ഞാൽ TV എറിഞ്ഞു പൊട്ടിക്കുക, ഫ്രിഡ്ജ് എറിഞ്ഞു പൊട്ടിക്കുക, കൊല്ലുക, വധഭീഷണി ഉണ്ടാക്കുക. എന്തെങ്കിലും ഒന്ന് പറയുമ്പോ അയ്യകൂനൽ വലദു ഗൈളാ, ദേഷ്യം പിടിക്കുന്ന മക്കളുണ്ടാകുന്നത്, വാശി പിടിക്കുന്ന ദുർവാശിക്കാരായ മക്കളുണ്ടാകുന്നത്, മാതാപിതാക്കൾക്ക് പറഞ്ഞനുസരിപ്പിക്കാൻ കഴിയാത്ത മക്കളുണ്ടാകുന്നത്. വഅയ്യകൂനൽ മതറു ഖൈളാ, ശക്തമായ ചൂടുകാലങ്ങളിൽ മഴ വരിക, മഴകൾ പ്രതീക്ഷിക്കാതെ ചൂടുകാലങ്ങളിൽ മഴയുണ്ടാകുന്നത്, ഡിസോർഡർ ആവുക, കാലം തെറ്റി വരുന്ന മഴകള്. വഅയ്യഫീദൽ അശ്റാറു ഫൈളാ, തെമ്മാടികൾ വ്യാപകമാകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കട്ടച്ചോര കൊണ്ട് കുത്തി ജ്യൂസ് ഉണ്ടാക്കി സോഡ സൊറത്ത് കുടിക്കണം എന്നൊക്കെ പാടുന്ന ആളുകൾക്ക്, അത്തരം പാട്ടുകൾക്കൊക്കെ വല്ലാത്ത ഫാൻസ് ഉണ്ടാവുക. അത് പാടുമ്പോൾ അറിയാതെ താളമിട്ട് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഡാൻസ് ചെയ്യാ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മള് സ്കൂളിൽ ചേർപ്പിള നടക്കുമ്പോ പാട്ട് വെച്ചു. എൻ്റെ അമ്മോ, കുട്ടികൾക്കൊക്കെ കാണാതെ അറിയാം. ഫാത്തിഹ പോലും മര്യാദയ്ക്ക് അറിയില്ല, ഫാത്തിഹ പോലും മര്യാദയ്ക്ക് അറിയാൻ ഓതാൻ അറിയാത്ത. എനിക്കിപ്പോൾ എത്രയോ, ഞാൻ ഒരുപാട് തവണ ആ വരികൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിറിക്സ് നോക്കിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ കുട്ടികൾ ഇപ്പം ഞാൻ പറഞ്ഞാൽ കുട്ടികളിരുന്ന് പാടും വരികൾ ഇങ്ങനെ ഓരോന്നോരോന്ന്. ഭയങ്കര സംഭവം അതൊക്കെ. ഞാൻ 2-3 തവണ ട്രൈ ചെയ്തു അവരിങ്ങനെ പഠിച്ചു വെക്കാൻ. അവര് പഠിച്ചു വെക്കാൻ പറ്റുന്നില്ല, മൈൻഡ് നിൽക്കുന്നില്ല. എന്നാൽ കുട്ടികളൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് വരികളൊക്കെ പാടെ. പേന കത്തികൊണ്ട് എന്തുണ്ടാക്കിയത്? അരിശ്രീ അല്ലെ, അരിശ്രീ കുറിക്കുക, പേനക്കത്തി. എല്ലാവരും പേന കൊണ്ട് അരിശ്രീ, പേനക്കത്തി കൊണ്ട് അരിശ്രീ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് പാടിന്റെ ആശയങ്ങൾ. ഈ പാട്ടിന്റെ ആശയം ഇതാണ്. ഇതിനെയാണ് നമ്മുടെ മക്കള് വലിയ ആരവത്തോടുകൂടി കൈയും കൊട്ടി സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തിന്മകൾ വ്യാപകമാകുന്ന ഒരു കാലം വരെ, തെറ്റ് ചെയ്യുന്ന തെമ്മാടിക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം വരുന്നത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, അയ്യുസദ്ദഖൽ കാദിബ്, കള്ളന്മാര് സത്യസന്ധന്മാരായി ചിത്രീകരിക്കപ്പെടുക. പറയുന്നത് നുണയാണ്, എന്നാൽ ആളുകളുടെ ഇടയിൽ അയാൾ വലിയ സത്യസന്ധനാണ്. അയ്യുസദ്ദഖൽ കാദിബ്, കള്ളന്മാരെ വിശ്വസിക്കുക. വഅയ്യുകദ്ദബ സ്വാദിഖ്, സത്യം പറയുന്നവരെ വിശ്വസിക്കാതിരിക്കുക. പച്ചയായ നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക, പച്ചയായ നുണകള്, അത് സത്യമാണെന്ന് വലിയൊരു സംഘം വിശ്വസിക്കുക. ഇതൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ.